ഹായ്, എൻ്റെ ഒരു 6 മാസം മുന്നത്തെ ഫോട്ടോയാണിത്. 2-3 വർഷമായിട്ട് എനിക്ക് സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഈ ടൈമിനുള്ളിൽ കുറേ ഡെർമറ്റോളജിനെ കണ്ടിട്ടുണ്ട്. കുറേ പ്രൊഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പ്രൊഡക്ട്സ് വർക്കാവും, പക്ഷെ ചിലത് വർക്കാവാറില്ല. എനിക്ക് വർക്കായ കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും വർക്കാവണമെന്നില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. എനിക്ക് വർക്കായത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഞാൻ സ്കിൻ കെയർ തുടങ്ങിയപ്പോൾ വരുത്തിയ ഏറ്റവും ബിഗ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ ആക്റ്റീവ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് തുടങ്ങി ഞാൻ കുറേ ആക്റ്റീവ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ റിക്കോർഡ്സ് വരാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ കുരുക്കൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ബാരിയർ റിപ്പയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബാരിയർ റിപ്പയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂത്തിങ് ആയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി കാമിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഈ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ഫേസ് വാഷ് മാറ്റിയിട്ട് കുറച്ചും കൂടി ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കാൻ തുടങ്ങി. മുമ്പ് വെച്ചിരുന്നത് സെറ്റഫിലിന്റെ ക്ലെൻസർ ആണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സെറവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആണ്. ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിലെ ബ്രേക്ക്ഔട്ട്സ് കുറേയൊക്കെ കുറയാൻ തുടങ്ങി. പിന്നെ ഉപയോഗിച്ചത് ഈ ഡോട്ടെങ്കിയുടെ ബാരിയർ റിപ്പയർ സിറമാണ്. കൂടുതൽ ആക്റ്റീവ്സ് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി ബാരിയർ റിപ്പയർ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുരു കുറേയൊക്കെ കുറയാൻ തുടങ്ങി. സെക്കൻഡ് ഈസ് സൺസ്ക്രീൻ. ഇത് എല്ലാവരും പറയുന്നതാണ്, പക്ഷേ സൺസ്ക്രീൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നമ്മൾ കുറേ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി സെൻസിറ്റീവ് ആവും. സെൻസിറ്റീവ് ആകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്. കുരുവുള്ളവർക്ക് കെമിക്കൽ സൺസ്ക്രീനൊക്കെ കുറച്ചുകൂടി നല്ലത് മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇതെനിക്ക് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതായിരുന്നു. നിങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തേർഡ് പ്രോഡക്റ്റ് ഈസ് അസിലിക് ആസിഡ്. മറ്റ് ആക്റ്റീവ്സിനേക്കാൾ എനിക്ക് കൂടുതൽ വർക്കായിട്ടുള്ളത് അസിലിക് ആസിഡാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു അസിലിക് ആസിഡാണ്. ഇത് കുറച്ചും കൂടി ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് ലോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അസിലിക് ആസിഡ് മാർക്കറ്റിൽ കിട്ടും. എനിക്ക് റെഡ് കളറുള്ള പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിളൊക്കെ കുറയ്ക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഫോർത്ത് ഈസ് ബെൻസോയിൽ പെറോക്സൈഡ് ആൻഡ് അഡാപ്പലിൻ. ഇത് രണ്ടും എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ഇടയ്ക്ക് ബ്രേക്ക്ഔട്ട്സ് വല്ലാണ്ട് വരുമ്പോൾ, പെട്ടെന്ന് വലിയ പിമ്പിളൊക്കെ വരുമ്പോൾ ഞാൻ നൈറ്റ് ടൈമിൽ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇത് പ്രിസ്ക്രിപ്ഷൻ പ്രൊഡക്ട്സ് ആണ്, അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് പിറ്റേ ദിവസം തന്നെ രാവിലെ അതെൻ്റെ കുരു കുറയ്ക്കാറുമുണ്ട്. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾ സ്കിൻ കെയർ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുള്ളൂ. ഫ്രീക്വൻ്റ്ലി പ്രൊഡക്ട്സ് മാറ്റാണ്ട് കൺസിസ്റ്റൻ്റ്ലി യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. സ്കിൻ കെയർ ടേക്സ് ടൈം.